വളരെ ആസൂത്രിതമായിട്ടാണ് അതിശക്തിയായ ഒരു കടന്നാക്രമം ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യയായ മന്ത്രി ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ കിടക്കുന്ന തരത്തിലേക്കുള്ള ഒരു അക്രമം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിന് സാമാന്യമായ സമമായ ഒരു സംഭവവും ഇതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ മന്ത്രിക്കെതിരായി കയ്യേറ്റം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരും ഇപ്പോഴും വി ഡി സതീശനും പറയുന്നത് പോലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ആ പരിപാടി സ്ഥലത്ത് വെച്ച് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചതല്ല, അതാണ് ആസൂത്രിതമാണ് എന്ന് ഞങ്ങൾ പറയുന്നതിന് അടിസ്ഥാനം. കണ്ണൂർ ജില്ലയിലെ 5 കേന്ദ്രങ്ങളിൽ മന്ത്രിക്ക് പരിപാടി ഉണ്ടായി. സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങളും ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം മുമ്പ് നടത്തി. പക്ഷേ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ദേഭാരതിന് മടങ്ങാൻ 4:05 ആ ട്രെയിൻ. 3:30 മണി കഴിഞ്ഞപ്പോഴാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കാണുന്നത് പോലെ നമ്മൾ TV ചാനലിലൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ KSUക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് ചാടിക്കയറി അവിടെ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്ന KSUക്കാരും അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരും കൂടി ആക്രമിക്കുകയാണ് ചെയ്തത്. പോലീസുകാർ കടയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വീണ ജോർജിന്റെ കഴുത്തിനും കൈക്കുമാണ് പരിക്ക് പറ്റിയത് എന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. കഴുത്തിന് കോളറിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ സഖാവ് പിണറായി വിജയൻ മന്ത്രിയെ സന്ദർശിച്ചു. ഈ സമീപനത്തെ അതിശക്തിയായിട്ട് അപലപിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല സാർവദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. കോവിഡ് വന്ന സന്ദർഭത്തിൽ സൗജന്യ ചികിത്സയും ഫലപ്രദമായി മറ്റ് രോഗങ്ങളുടെ ചികിത്സയും കൂടി ചേർത്ത് ലോകത്തിനു മുമ്പിൽ വിസ്മയം തീർത്ത ഒരു ജനകീയ ആരോഗ്യ പ്രസ്ഥാനം നിലനിൽക്കുന്ന നാടാണ് കേരളം. ഇന്ന് ലോകം ഏറ്റവും ശ്രദ്ധേയമായിട്ട് കേരളത്തെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ് ലോകം അംഗീകരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ 3 ഭാഗം. ഡോക്ടർ അമർത്യ സെൻ സാർവദേശീയ തലത്തിൽ നടത്തിയിട്ടുള്ള 2031 എന്താവണം എന്ന വിഷയം അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുള്ള കോൺക്ലേവിൽ അതിന് ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് ഡോക്ടർ അമർത്യ സെന്നാണ് നോബൽ സമ്മാനം നേടിയ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞത് ഈ കേരളം 3 കാര്യങ്ങളിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം ഈ 3 കാര്യങ്ങളിൽ അതിശയിപ്പിക്കുന്ന, അദ്ദേഹം ഉപയോഗിച്ച പദമാണ് അതിശയിപ്പിക്കുന്ന നേട്ടമാണ് കൈവരിച്ചത് എന്ന്. ആയുർദൈർഘ്യത്തിൻ്റെയും ആരോഗ്യ വരുമാനത്തിൻ്റെയും
സാമൂഹ്യ സുരക്ഷയുടെയും പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും കേരളം പിന്തുടർന്നു വന്ന വഴി വളരെ ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹമാണ് ലോകത്തോട് ചെറിയ വരുമാനമുള്ള ഒരു നാട് കേരളം, ആ നാട്ടിൽ ഇന്ത്യയിൽ ഏത് ജനതയെക്കാളും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക രീതി, അതിനെയാണ് അദ്ദേഹം കേരള മോഡൽ എന്ന് വിളിച്ചത്. എന്നിട്ട് ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ കേരളത്തിന്റെ പ്രത്യേകത, അതിന്റെ മോഡൽ, കേരള മോഡൽ പഠനത്തിന് വിധേയപ്പെടുത്തേണ്ടതാണ് എന്നാണ്. അത് 10-20 കൊല്ലം മുമ്പ് പറഞ്ഞാണ്. ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിക്കും, അത് ഈ വിജയം, ഈ പാതയുടെ ഭാഗമാണ്.